المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بأبها. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീതി നടപ്പിലാക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. അത് വ്യക്തിപരമാണെങ്കിലും കുടുംബപരമാണെങ്കിലും സാമൂഹിക, സാമ്പത്തിക, കച്ചവട മേഖലകളിലാണെങ്കിലും ശരി, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നീതി നടപ്പിലാക്കാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും അള്ളാഹുവിൻ്റെ ആജ്ഞയാണ്. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിൻ്റെ 90-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നു നീതി നടപ്പിലാക്കാൻ. അതേപോലെ വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ, നന്മ ചെയ്യാനും അടുത്ത കുടുംബങ്ങൾക്ക് സഹായം ചെയ്യാനും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതേപോലെ തന്നെ സൂറത്തുൻ നിസാഇൻ്റെ 58-ാമത്തെ വചനത്തിലൂടെയും അള്ളാഹു പറഞ്ഞു, വഇദാ ഹകംതും ബൈനൻ നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി നടപ്പിലാക്കുകയാണ് എങ്കിൽ അത് നീതിയോടെ നടപ്പിലാക്കണേ എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലൂടെ ധാരാളം ആയത്തുകളിലൂടെ നീതി നടപ്പിലാക്കണേ എന്നുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിലാണെങ്കിലും ശരി, കുറ്റം ആര് ചെയ്താലും വ്യക്തി പരിഗണനകൾ നോക്കാതെ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവർ നീതിയോടെ ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഏറ്റവും വലിയ ബാധ്യത തന്നെയാണ്. അത് മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ പെണ്ണെന്നോ ആണെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ അടുത്തവനെന്നോ അകന്നവനെന്നോ സ്ഥാനമാനമുള്ളവനെന്നോ അല്ലാത്തവനെന്നോ എന്നൊന്നും അവൻ നോക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അഖീമു ഹുദൂദല്ലാഹ് ഫിൽ ഖരീബി വൽ ബഈദ്, ശിക്ഷ നടപ്പിലാക്കിക്കൊള്ളുക, അത് അടുത്തവനെന്നോ അകന്നവനെന്നോ എന്ന വ്യക്തി പരിഗണനകൾ നിങ്ങൾ നോക്കാൻ പാടില്ല. ലാ തഅഖുദുകും ഫില്ലാഹി ലൗമത ലായിമിൻ, ആക്ഷേപക്കാരൻ്റെ ആക്ഷേപവും നിങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യം ഇല്ല എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിന് ഉത്തമമായ മാതൃക എന്നുള്ളത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. മോഷ്ടിച്ചത് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും അവളുടെ കയ്യും ഞാൻ വെട്ടുമെന്ന് സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. വൈമുല്ലാ ലൗ അന്ന ഫാത്തിമത മുഹമ്മദ് സറഖത് ലഖതഅതു യദഹാ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നത് എങ്കിൽ അവളുടെ കയ്യും ഞാൻ വെട്ടിമാറ്റുക തന്നെ ചെയ്യുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു നീതിയുടെ പര്യായം തന്നെയാണ് സഹോദരങ്ങളെ. ആ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ എല്ലാവരും നീതി നടപ്പിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ശക്തമായി ഗൗരവമായി ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നീതി നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ ദുനിയാവ് മാത്രമല്ല അവൻ്റെ ജീവിതം എന്നുള്ളത് അവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ. കാരണം അനീതി കാണിക്കുന്നവർ, നീതിയുക്തമായി കൈകാര്യം ചെയ്യാത്തവർ ഈ ദുനിയാവിൽ നിന്നെങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ അവൻ ഏറ്റവും വലിയ അന്ധകാരങ്ങളും കത്തിയാളുന്ന നരകാഗ്നിയുമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെയും തിരു ഹദീസിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും നീതി നടപ്പിലാക്കുന്നവരായി മാറുക. സർവ്വ മേഖലകളിലും നീതി നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും
എല്ലാ കാര്യങ്ങളിലും ഒരു നന്മയുണ്ടാകും എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നീതി നടപ്പിലാക്കാൻ തൗഫീഖ് ഏകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ونحمل هم هدي الجاليات بآيات الكتاب البينات بها كم أبصروا سبل النجاة فضجوا بالشهادة ناطقين فضجوا بالشهادة ناطقين